കാസർഗോഡ് പാണലത്ത് ഭർത്തൃവീട്ടുകാരുടെ മുന്നിൽ യുവതി ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്തു. ചർലടുക്ക സ്വദേശിയും 24-കാരിയുമായ ഫാത്തിമത്ത് സുഫൈദയാണ് മരിച്ചത്. ഭർത്തൃവീട്ടുകാരുടെ പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് പരാതി. സുഫൈദയുടെ സ്വർണം ആവശ്യപ്പെട്ട് നിരന്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ഭർത്താവ് ആദിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അനഘ അർഷൻ ചേരുകയാണ്. അനഘ, വളരെ ദാരുണമായ സംഭവമാണ്. അതും ഈ കുടുംബത്തിന്റെ മുന്നിൽ വെച്ചാണ് യുവതി ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്താണ് പോലീസ് പറയുന്നത്? രാഖി, ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. കാസർഗോഡ് പാണത്താലിലാണ്. ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. 24 വയസ്സ് മാത്രം പ്രായമുള്ള സുഫൈദ, ഈ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് വലിയ രീതിയിലുള്ള പീഡനം തനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന് സുഫൈദ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്വർണം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീധന പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സുഫൈദ നിരവധി തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീട്ടുകാരെ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ഒടുവിലാണ് സുഫൈദ തന്റെ കയ്യിൽ കരുതിയ ആസിഡ് ഈ ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ, ഈ ഭർത്തൃ മാതാവ് അടക്കം ആ വീട്ടിലുണ്ടായിരുന്നു, ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ ഈ ആസിഡ് കുഴിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സുഫൈദ ഇതുമായി ബന്ധപ്പെട്ട ആസിഡ് കയ്യിൽ കരുതിയിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ വീട്ടിൽ നിൽക്കാൻ തനിക്ക് ഒരു രീതിയിലും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുഫൈദ ആത്മഹത്യ ചെയ്തത്. ഉടൻ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശരീരത്തിന് ഉള്ളിലുണ്ട അവയവങ്ങളൊക്കെ നശിച്ചു പോയിരുന്നു, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ ഭർത്താവായിട്ടുള്ള ആദിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എന്ത് കൊണ്ടാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ളത്, എന്തൊക്കെ പീഡനങ്ങൾ ആ വീട്ടിൽ ഈ 24 വയസ്സ് മാത്രം പ്രായമുള്ള സുഫൈദ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് അനഘ, ഈ ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത്. അതായത് ഭർത്താവിനെതിരെ മാത്രമാണോ പരാതി? ഭർത്തൃ വീട്ടുകാർക്കെതിരെയും പരാതി ഉയരുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട് രാഖി. അതായത് ഈ ഭർത്താവിന്റെ ഉമ്മ അടങ്ങുന്ന ഒരു കുടുംബം, ഭർത്താവിന്റെ കുടുംബം മുഴുവൻ തന്നെ നിരന്തരം ഈ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തനിക്ക് സ്ത്രീധനം കുറഞ്ഞു പോയി എന്നതിന്റെ പേരിൽ നിരന്തരം പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, അപമാനിതയായി പലപ്പോഴും വീട്ടിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യം ഈ സുഫൈദ തന്റെ വീട്ടുകാരോട് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സുഫൈദയുടെ വീട്ടുകാരാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ വീട്ടുകാരുടെ പീഡനം സഹിക്കവയ്യാതെയാണ് മകൾ ആത്മഹത്യ ചെയ്തത് എന്നുള്ള പരാതിയുമായി ആദ്യം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഭർത്താവായിട്ടുള്ള ആദിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പക്ഷേ ഏറ്റവും സങ്കടകരമായ ഒരു ദാരുണമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സുഫൈദ എന്ന് പറയുന്നത് വെറും 24 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. 2 വർഷം മാത്രമായിട്ടേ ഉള്ളൂ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. ശരി, കാസർഗോഡ് ആണ് ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ച യുവതി ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയത്.